ദുബായിലെ അമേരിക്കൻ IT കമ്പനി കോൺഫറൻസ് ഹാളിലിരിക്കുമ്പോഴാണ് PA സ്നേഹ കുര്യൻ്റെ ഇമ്പമുള്ള ശബ്ദം കേട്ട് അക്ഷയ് നോക്കിയത്. സർ, ഫോൺ എടുത്തപ്പോൾ സേതുനാഥ് എന്ന സേതുവിൻ്റെ നമ്പർ സ്ക്രീനിൽ തെളിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ നമ്പർ കണ്ടപ്പോൾ തന്നെ എടുക്കാനൊരു വൈമനസ്യം തോന്നി. എന്തിനാണ് അവൻ ഇപ്പോൾ തന്നെ വിളിക്കേണ്ട ആവശ്യം? താൻ അവനെ എന്നോ മറന്നതല്ലേ? മറക്കാൻ പറ്റാഞ്ഞിട്ട് നാട്ടിൽ നിന്ന് തന്നെ പോരേണ്ടി വന്നു. എന്നിട്ടും ആ ഓർമ്മകൾ ഇന്നും തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. കണ്ണടച്ചാൽ അവളാണ് മുന്നിൽ, ഗംഗ. തൻ്റെ ഓരോ ജീവാണുവിൽ അലിഞ്ഞ ഗംഗാലക്ഷ്മി. വീണ്ടും ഫോൺ അടിച്ചു. മനസ്സില്ലാ മനസ്സോടെ അക്ഷയ് ഫോണെടുത്തു. ഹലോ അക്ഷയ്. മറുതലയ്ക്കൽ സേതുവിൻ്റെ ശബ്ദം അവൻ്റെ കാതുകളിൽ വന്നടിച്ചു. ഹലോ, പറയൂ. അക്ഷയ്, ഞാൻ ഈ ദുബായ് സിറ്റിയിലുണ്ട്. എനിക്ക് നിന്നെ ഒന്ന് കാണണം. എന്തിന്? ആർക്കും ഒരു ശല്യമാവാതെ ജീവിക്കുന്ന എന്നെ ഇനിയും ദ്രോഹിക്കാനോ? അക്ഷയ്, പറയുന്നത് കേൾക്ക്. എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ. പ്ലീസ് അക്ഷയ്. അല്പനിമിഷത്തെ മൗനത്തിനു ശേഷം അക്ഷയ് പറഞ്ഞു. ശരി, ഞാൻ വരാം. ഇപ്പോൾ മീറ്റിംഗ് ആണ്. ഈവനിങ് 5 മണിക്ക് ബുർജ് ഖലീഫ പാലസിൽ വെച്ച് കാണാം. ഓക്കെ അക്ഷയ്, കാണാം. അക്ഷയ് ഫോൺ സ്നേഹ കുര്യൻ്റെ കയ്യിൽ കൊടുത്തു. വീണ്ടും മീറ്റിങ്ങിലേക്ക് ശ്രദ്ധ തിരിച്ചു. മീറ്റിംഗ് കഴിഞ്ഞ് ഫ്ലാറ്റിലേക്ക് പോകാതെ നേരെ ബുർജ് ഖലീഫയിലേക്ക് കാറോടിച്ച് മനസ്സിലേക്കപ്പോൾ ഗംഗയുടെ രൂപം തെളിഞ്ഞു വന്നു. വർഷം 5 കഴിഞ്ഞു അവളെ വിട്ടുപോന്നിട്ട്. അവൻ്റെ മനസ്സിലേക്ക് പഴയ ഓർമ്മകൾ ഓടിയെത്തി. തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ ക്യാമ്പസിൽ ആകാശം മുട്ടേ നിൽക്കുന്ന അശോക മരച്ചോട്ടിൽ തന്നെയും കാത്ത് അന്നും പതിവ് പോലെ നിൽക്കുന്ന ഗംഗയുടെ മുഖം തെളിഞ്ഞു മനസ്സിൽ. 2 വർഷമായി അവളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്. അച്ഛനും അമ്മയും ദുബായ് ആയിട്ടും തനിക്ക് നാട്ടിൽ പഠിക്കാനായിരുന്നു താല്പര്യം. അങ്ങനെയാണ് പാപ്പനംകോട് പാലാട്ട് തറവാട്ടിൽ മുത്തശ്ശിയുടെ കൂടെ കൂടിയത്. ഗംഗ. അവളുടെ വീട് പത്മനാഭസ്വാമിയുടെ തിരുമുറ്റത്ത് വരാഹം ലൈനിലായിരുന്നു. പരമേശ്വര അയ്യരുടെയും മീനാക്ഷി അമ്മാളിൻ്റെയും 2 മക്കളിൽ 2ാമത്തെ മോൾ. തനി തിരുവനന്തപുരം അമ്മാളൂട്ടി. മൂത്തവൻ രാമനാഥ്. വേദപഠിത്തം കഴിഞ്ഞ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സഹായിക്കാൻ നിൽക്കുന്നു. ഗംഗ പഠിത്തത്തിൽ മുന്നിലായിരുന്നു. അതുപോലെ ഭരതനാട്യത്തിലും. അങ്ങനെയാണ് കോളേജ് ഡേക്ക് തിങ്ങി നിറഞ്ഞ സദസ്സിനു മുന്നിലെ സ്റ്റേജിൽ നിന്നൊഴുകിയിറങ്ങിയ ശബ്ദബീജികൾ ആരുടെയെന്നറിയാൻ ഹിത്തി വലിഞ്ഞു നോക്കിയത്. സ്വാതി തിരുനാൾ വരികൾക്കൊപ്പം മിഴിവേകിയ മുദ്രകളോടെ ആടി തിമിർക്കുകയാണ് ഗംഗ. സ്വയം മറന്നങ്ങ് ലയിച്ചുപോയി. ആ ഡാൻസിൻ്റെ ആരാധനയിലൂടെയാണ് അവളെ ആദ്യമായി പ്രണയിച്ചു തുടങ്ങിയത്. പ്രണയത്തിൻ്റെ സാക്ഷിയായി തങ്ങൾക്കിടയിൽ അരയന്നമായി എല്ലാം അറിയുന്ന ഒരാളുണ്ടായിരുന്നു. സേതുനാഥ്, അവളുടെ അപ്പച്ചിയുടെ മകൻ. മുറപ്പെണ്ണ് ആണെങ്കിലും സമപ്രായക്കാരായ സേതുവിന് ഗംഗ പെങ്ങൾ തന്നെയാണെന്ന്. അവനാണ് അവളെ കോളേജിൽ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും. അന്നും പതിവ് പോലെ സേതു മാത്രം തന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. ഹായ് സേതു, കുറച്ചു നേരമായി വന്നിട്ട്. ഗംഗ എവിടെ? പിന്നെ എത്ര നേരമായി ഞാനിവിടെ കാത്തു നിൽക്കുന്നു. എന്താ ഇന്ന് വൈകിയത്? മുത്തശ്ശിക്ക് സുഖമില്ല. രാവിലെ ഡോക്ടറെ കാണേണ്ടി വന്നു. എന്നിട്ടിപ്പോൾ എങ്ങനെ? കുറവുണ്ട് സേതു. അവളെവിടെ ഗംഗ? അവളിന്ന് വന്നില്ല. എന്തോ പരിപാടിയുണ്ടെന്ന് പറഞ്ഞു. അതെന്താ ഞാനറിയാത്ത പരിപാടി? ഒന്നുമില്ല, അപ്പച്ചിക്ക് വയ്യ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പിറ്റേന്നും അവൾ വന്നില്ല. പിന്നെ അതിനടുത്ത ദിവസവും അവൾ വന്നില്ല. കൂടെ സേതുവും. അവളെ തേടി അവളുടെ അമ്മയെ കാണാനായിട്ടെന്ന രീതിയിൽ വീട്ടിൽ വരുന്നുണ്ട് എന്ന് സേതുവിനെ വിളിച്ചു പറഞ്ഞു. അവിടെ എത്തിയപ്പോൾ വീട്ടിലാരുമില്ല. കുറച്ച് തൊട്ടടുത്തുള്ള സേതുവിൻ്റെ വീട്ടിലേക്ക് അവൻ നടന്ന് വാതിൽ തുറന്നു കിടക്കുന്നു. പതിയെ താൻ അകത്ത് കയറി. അവിടെ കണ്ട കാഴ്ച തന്നെ നടുക്കി. സേതുവിനെ മുറുകെ പുണർന്നു നിൽക്കുന്ന അവളെയാണ് കണ്ടത്. അരുതാത്ത രീതിയിൽ ഒരു കാഴ്ച. എന്ത് ചെയ്യണമെന്നറിയാതെ വാതിൽ വീഴാതെ ഇരിക്കാൻ അള്ളിപ്പിടിച്ചു നിന്നു. പിന്നെ ഓട്ടമായിരുന്നു. ഹൃദയം പൊട്ടിയൊഴുകുന്ന വേദനയിൽ ആ നാട് തന്നെ വിട്ട് ഒരിക്കൽ പോലും അവളെ അന്വേഷിച്ചിട്ടില്ല. പിന്നീട് ഒരിക്കൽ പോലും ആ മുഖം കാണരുത് എന്ന് മാത്രമായിരുന്നു ഈ കാലം അത്രയും പ്രാർത്ഥന. പിന്നീട് ഇന്നുവരെ ഒരു പെണ്ണിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. ചതി, കൊടും ചതി തന്നെയാണ് അവർ തന്നോട് ചെയ്തത്. അറിഞ്ഞ് ചതിക്കുകയായിരുന്നു. എങ്ങനെ കഴിഞ്ഞു താൻ ജീവനായി സ്നേഹിച്ച് 2 പേർക്കും തന്നോട് അഭിനയിക്കാൻ? കാർ ഓടിക്കുന്നതിനിടയിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എല്ലാം പറഞ്ഞു കുമ്പസാരം ചെയ്യാൻ വിളിച്ചതാകും. അതിനായിരിക്കും ഇപ്പോൾ അവൻ ഇവിടെ വന്നത്. കാർ പാർക്ക് ചെയ്ത് അവൻ പറഞ്ഞ സ്ഥലത്ത് കാത്തുനിന്നു. തൊട്ടപ്പുറം വർണ്ണങ്ങൾ വാരി വിതറി ബുർജ് ഖലീഫ ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്നു. ചുറ്റും കാഴ്ച കാണാൻ വന്ന ആളുകളുടെ ഫോട്ടോയും വീഡിയോയും എടുക്കുന്ന തിരക്ക്. പതിവ് കാഴ്ചകളായിട്ടും അക്ഷയ് കുറച്ചുനേരം അതെല്ലാം നോക്കി നിന്നു. തോളിലൊരു കൈ പതിഞ്ഞപ്പോഴാണ് തിരിഞ്ഞു നോക്കിയത്. പിന്നിൽ സേതു. അവൻ അല്പം തടിച്ചിരിക്കുന്നു. അക്ഷയ്, സുഖമല്ലേ? സുഖം. നിനക്കോ? എന്തിനാണ് കാണാൻ പറഞ്ഞത്?
ഔപചാരികതയ്ക്ക് അക്ഷയ് തിരിച്ചു ചോദിച്ചു. സുഖം, പറയാം, വരൂ. അവനോടൊപ്പം നടക്കുമ്പോൾ അവൻ എന്താണ് പറയാനുള്ളതെന്ന് ആലോചിച്ചു. കുറച്ചപ്പുറം ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്തു നിൽക്കുന്ന ഒരു സ്ത്രീയെ തൊട്ടുവിളിച്ചു. അക്ഷയ്, ഇത് എൻ്റെ ഭാര്യ അർച്ചന, ഇതെൻ്റെ മോൾ ഗംഗ. 2 വയസ്സുകാരി ഗംഗയെ ചൂണ്ടിക്കാണിച്ചവൻ പറഞ്ഞു. ഗംഗ? അവൻ സംശയത്തോടെ സേതുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അർച്ചന അവനെ വിഷ് ചെയ്തു. എല്ലാം സേതുവേട്ടൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഗംഗ അവൾ എവിടെ? അവൻ്റെ മനസ്സിൽ ചോദിക്കാനായി വാക്കുകൾ പുറത്തു വരും മുമ്പ് സേതു പറഞ്ഞു. ഗംഗ എവിടെയെന്നാവോ അല്ലേ? അവൾ ഈ ഭൂമിയിലില്ല. സേതു, നീ എന്താണ് പറയുന്നത്? അതെ, അവൾ പോയിട്ട് കൊല്ലം 4 എനിക്കൊന്നും മനസ്സിലായില്ല. നീ അവളെ കൊന്നു അല്ലേ? എന്താ പറയുന്നത് അക്ഷയ്? അവൾക്ക് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അവളെ രക്ഷിക്കാൻ പരമാവധി നോക്കിയതാ. അന്ന് അത് നിന്നോട് പറയാൻ അവൾക്കാകുമായിരുന്നില്ല. അതായിരുന്നു അവളിടയ്ക്ക് കോളേജിൽ വരാതെ ഇരുന്നത്. നീ അറിഞ്ഞാൽ അവളിൽ നിന്ന് പോകില്ല എന്നവൾക്കറിയാം. അതിനാണ് അന്ന് നീ വരുമ്പോൾ അങ്ങനെ ഒരു നാടകം കാണിക്കാൻ അവൾ എന്നെ നിർബന്ധിച്ചത്. അവളുടെ കണ്ണുനീർ കണ്ട് വേദനയോടെയാണ് ഞാൻ അന്നങ്ങനെ ചെയ്തത്. നീ അവളിൽ നിന്ന് അകലാൻ വേണ്ടി മാത്രം. അവൾ എനിക്ക് കൂടപ്പിറപ്പായിരുന്നു. മരിക്കും മുന്നേ പോലും നിന്നോടൊന്നും പറയരുതെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇത് പറയാൻ കാരണം എൻ്റെ മനസ്സ് നീറി വേദനിച്ച് മടുത്തു. അർച്ചനയാണ് എല്ലാം നിന്നോട് തുറന്നു പറയാൻ നിർബന്ധിച്ചത്. അങ്ങനെയാണ് ഇവിടെ നിന്നെ തേടി വന്നത്. എന്നെങ്കിലും കാണുമ്പോൾ ഗംഗ നിന്നെ ഏൽപ്പിക്കാൻ തന്നതാണിത്. സേതു അവൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ബോക്സ് അക്ഷയൻ്റെ കയ്യിൽ കൊടുത്തു. അതിൽ ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് ഗോൾഡൻ നിറത്തിൽ ഒരു ജോഡി ചിലങ്ക. താൻ ആദ്യമായി കോളേജ് ഡേക്ക് ഡാൻസ് കണ്ട് ആരാധന പ്രണയമായി മാറിയപ്പോൾ അവൾക്ക് കൊടുത്ത പ്രണയ സമ്മാനം. അവനത് പിടിച്ച് വിങ്ങലോടെ നിമിഷങ്ങളോളം കണ്ണടച്ചു നിന്നു. എൻ്റെ ഗംഗ, എന്നാലും നിനക്കൊരു വാക്ക് പറയാമായിരുന്നു, അവൻ മനസ്സിലുരുവിട്ടു. പിന്നെ ആ ചിലങ്ക എടുത്ത് കൊച്ചു ഗംഗയുടെ കയ്യിൽ കൊടുത്തു. സേതു, ഇനിയിത് ഇവൾക്കാണ്. ഇവൾ ഗംഗയാണ്. കൊച്ചു ഗംഗ ആ ചിലങ്ക കയ്യിൽ പിടിച്ച് കുലുക്കി നോക്കി. അതിൻ്റെ കിലുക്കമാർന്ന ശബ്ദം അവിടമാകെ പ്രതിധ്വനിച്ചു. അപ്പോൾ ആ കൊച്ചു ഗംഗയുടെ കണ്ണിൽ അവൻ്റെ ഗംഗാലക്ഷ്മിയുടെ കണ്ണിൽ കാണാറുള്ള അതേ തിളക്കം അവൻ കണ്ടു. ചുട്ടിൽ ആ കുസൃതി ചിരിയും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.